കലിപ്പന്റെ കുറുമ്പിപ്പെണ്ണ് പാർട്ട് 7. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അർജുന്റെ വീട്ടിൽ അച്ഛനും അനിയനും അനിയന്റെ കുടുംബവുമുണ്ട്. നീ ഇപ്പോഴും സന്യാസിയായി തുടരാൻ തന്നെയാണ് പ്ലാന്? ഭക്ഷണത്തിന് ശേഷം വീണ്ടും പുറത്തിരിക്കായിരുന്നു മൂന്നാളും. ഏയ് അങ്ങനെയൊന്നുമില്ല. അയാളുടെ സ്വരത്തിലൊരു വിഷാദിച്ചുവ ചാരു ശ്രദ്ധിച്ചു. കേട്ടോ ചാരുവേ, ആൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ അസ്ഥിക്ക് പിടിച്ച ഒന്ന്. ചാരുലത പുച്ഛഭാഗത്തിൽ സിദ്ധാർത്ഥിനെ നോക്കി അയാളുടെ തലതാഴ്ന്നു. ഏയ് അങ്ങനെ അസ്ഥിക്ക് പിടിച്ചൊന്നല്ല കേട്ടോ. അർജുനെ ഏറ്റെടുത്തു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടൊരു പാവാടക്കാരി. രസം എന്താണെന്ന് വെച്ചാ ആളുടെ പേരോ ഊരോ ജാതിയോ ഒന്നും ഇന്നും അറിയില്ല. കുറെ പിറകെയാണെന്നു. ദേഷ്യത്തോടെയുള്ള ആ മുഖമട്ടിക്കൽ ഓർക്കാനൊരു സുഖ. അത് ഓർക്കുമ്പോൾ വേറെ പെണ്ണിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പതിയെ മാറ്റിയെടുക്കണം. അയാൾ കയ്യിൽ നിന്ന് സിഗരറ്റ് ആശ്രയിലേക്ക് തട്ടുന്നുണ്ടായിരുന്നു. ചാരു ഒന്ന് ഇങ്ങോട്ട് വരൂ. അനുജന്റെ ഭാര്യ വിരുന്നിന് വന്നൊരു വെറും കൈയോട് വിടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയിട്ട് വരൂ ചാരു. തനിക്കൊരു സാരി ഇവനോ ഷർട്ട് മേടിച്ചിട്ടുണ്ട്, അത് തരാനായിരിക്കും. ചാരുലതയെ പറഞ്ഞു വിട്ട ശേഷം അർജുനൻ സിദ്ധാർത്ഥിനെ നേരെ തിരിഞ്ഞു. ഇനി പറയും, എന്നാ നിങ്ങളുടെ ഇടയിൽ കിടന്ന് വട്ടം ചുറ്റുന്ന പ്രശ്നം? സിദ്ധാർത്ഥ അമ്പരപ്പോടെ അർജുനെ നോക്കി. എനിക്കങ്ങനെ മനസ്സിലായെന്നാവും. വിവാഹം കഴിഞ്ഞ് രണ്ടാൾക്കാർ തമ്മിൽ വീട്ടിലേക്ക് വരുമ്പോൾ തമ്മിൽ തമാശ പറയുന്ന പെണ്ണിനെ മുഖത്ത് അല്പസ്വല്പം നാണം വിടുന്നൊക്കെ അതിസാധാരണ. ഇവള് വായനയ്ക്ക് നിന്നോടൊന്നും മിണ്ടുന്ന പോലും എന്തിന് നിന്നെ നേർക്ക് മുഖമേറ്റ് നോക്കുന്ന പോലെ ഞാൻ കണ്ടില്ല. അവളുടെ ചേച്ചിക്ക് പകരായി പോയതോ അതോ മുമ്പ് നീ പറഞ്ഞ കഥകളിൽ അറിയാതെങ്കിലും അവൾ വഞ്ചിച്ചതാണോ ഇപ്പോഴും അരട്ടുന്നു? അർജുന്റെ ചോദ്യത്തിനുത്തരമായി ഓരോന്നോരോന്നായി മനസ്സുറക്കുമ്പോഴും അടച്ചുപൂട്ടിയിരുന്ന സിദ്ധാർത്ഥിന്റെ വെമ്പലുകൾ തണുത്തുറഞ്ഞ കട്ടകളിൽ നിന്ന് ഒഴുകുന്ന നീരായി അലിഞ്ഞു തുടങ്ങിയിരുന്നു. അവളോട് ഏതൊക്കെ തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് ഞാൻ. സ്നേഹിച്ച പെണ്ണ് സ്വന്തം ഭാര്യയായിട്ട് കൂടി അവളോട് മനസ്സുറക്കാൻ പറ്റാത്തൊരു ഹതഭാഗ്യൻ. സിദ്ധാർത്ഥ് വേദനയോടെ പുഞ്ചിരിച്ചു. ഏയ് കണ്ണുറക്ക് സിദ്ധു, ചാരുലത വരുന്നുണ്ട്. തൂക്കി പിടിച്ച വലിയ 2 ബിഗ് ഷോപ്പറുകളുമായി ചാരുലത അവിടെ അടുത്തു വന്നിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടമായ ചാരുവിന് എന്റെ സെലക്ഷൻ? അവൾ പതിയെ തലയാട്ടി. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അർജുൻ പോക്കറ്റിൽ നിന്ന് ഒരു എൻവലപ്പ് എടുത്ത് രണ്ടാൾക്ക് നേരെ നീട്ടി. 2 പേർക്കും പറഞ്ഞു വെച്ചിരിക്കുന്ന സർപ്രൈസ് ഇതാണ്. ഫ്ലൈറ്റ് ടിക്കറ്റാണ്. ബാംഗ്ലൂർ, ചിക്ക്മാംഗ്ലൂർ, ബേലൂർ, ഹൈദരാബാദ്. അങ്ങനെ 7 ദിവസത്തെ പ്രോഗ്രാം. നാളെ വൈകിട്ട് 4 മണിക്കാണ് ഫ്ലൈറ്റ്. യാത്രയ്ക്കാൻ ഞാനും വരും. എന്തൊക്കെയാ അർജുൻ നീ പറയുന്നേ? സിദ്ധാർത്ഥ അന്താളിപ്പോടെ അർജുൻ നോക്കി. മനസ്സിലായില്ലല്ലേ? വെറുതെ പുസ്തകം അരിച്ച് സ്റ്റെസ്കോപ്പ് നോക്കി നടന്ന പോലെ മിസ്റ്റർ സിദ്ധാർത്ഥ്. ജീവിതം എൻജോയ് ചെയ്യാനുള്ളല്ലേ നിങ്ങൾക്കാണെങ്കിൽ പറ്റിയ അവസരം. ഈ മുരടൻ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ചാരുലതയ്ക്ക് ഇതാണ് ഗോൾഡൻ ചാൻസ്. മറുതൊന്നും പറയണ്ട. ഹോട്ടൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. നാളെ 2 റെഡി ആയിരുന്നാൽ മതി. 2 പേർക്കും എതിർത്തൊരു വാക്ക് സംസാരിക്കാൻ ഇട നൽകാതെ അർജുൻ അവരെ കാറിനുള്ളിലേക്ക് ഇരുത്തി യാത്ര അയച്ചു. ചാരുലത മറ്റുള്ളവരുടെ യാത്ര ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ചെവിയിൽ അർജുൻ അടക്കം പറയുന്നുണ്ടായിരുന്നു. ഈ യാത്ര അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും, എന്നെ വിശ്വസിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ചുമലിൽ അർജുൻ കൈകൾ കൊണ്ട് മെല്ലെ തട്ടുന്നുണ്ടായിരുന്നു. ജാനകി അപ്പ വന്നപാടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഏറെ വൈകി മുറിയിലേക്ക് വരുമ്പോഴേക്കും ചാരു കണ്ടു സിദ്ധാർത്ഥന്റെ ഉടുപ്പുകൾ കൂടി ബാഗിനുള്ളിലേക്ക് അടുക്കുന്നു. ചാരുലതയ്ക്ക് അടിമുടി ദേഷ്യം വരുത്തു. ആരോട് ചോദിച്ചിട്ടാ എന്റെ വസ്ത്രങ്ങൾക്ക് അടുക്കുന്നത്? മനസ്സിൽ തികട്ടി വന്ന ചോദ്യത്തിനെ നാവിലേക്ക് എത്തിച്ചില്ല അവൾ. ഇതാണ് അയാളോടുള്ള പ്രതികാരം. തന്റെ സ്വാധീനിച്ചിക്ക് എന്ത് സംഭവിച്ചെന്ന് തന്റെ മൗനം അയാളെ പൊറുതിമുട്ടിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് തന്നെ അത് പുറത്തേക്ക് വരും. നാളെ താൻ വരില്ലേ ചാരു? വരും തന്നെയാ എന്റെ വിശ്വാസം. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ അവളിൽ പരിഹാസം വിതറി. ഒരു വാക്ക് പോലും ചോദിക്കാതെ എല്ലാം ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് പേരിന് വേണ്ടി ഒരു ചോദ്യം. അഭിനയിക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടല്ലേ ആരുള്ളൂ? വാക്കുകളെ തീക്ഷ്ണതയിൽ ചാരിച്ച് കണ്ണുകളിലൂടെ അയാൾക്ക് നേരെ നോട്ടം തൊടുത്തി വിടുമ്പോഴും അവൾ നിശബ്ദയായിരുന്നു. നിനക്കിഷ്ടമല്ലെങ്കിൽ അയാളുടെ വാക്കുകളെ പൂർത്തിയാകാതിരിക്കാൻ ടേബിളിൽ മുഴുന്ന ഫ്ലവർ വൈസ് താഴേക്ക് തുടക്കുമ്പോഴും സിദ്ധാർത്ഥ് ഇറങ്ങിയില്ല. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും അവളുടെ ദേഷ്യങ്ങളൊന്ന് കാട്ടിയല്ലോ. പകുതി തണുത്ത മനസ്സോടെ സിദ്ധാർത്ഥുമല്ലേ പുഞ്ചിരിച്ചു. വെട്ടിത്തിരിഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്ന് ഷീറ്റ് എടുക്കാൻ തിരിഞ്ഞപ്പോഴായിരുന്നു കാലിൽ എന്തോ തുളഞ്ഞേറിയതുപോലെ തോന്നിയത്. അസഹ്യമായ വേദന തറയിലേക്ക് ചരിഞ്ഞ് വീഴാനാഞ്ഞ ചാരുലതയെ സിദ്ധാർത്ഥ് കൈകൾ താങ്ങി. ഉടഞ്ഞ കുപ്പിച്ചില്ലിന്റെ കാൽവെള്ളയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോഴും ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ അയാൾ ചുംബനങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തിരുന്നു. വെറുപ്പോടെ അവൾ മുഖം തിരിച്ചു. അയാളുടെ ശ്വാസം തട്ടുന്ന ദേഹഭാഗങ്ങളെല്ലാം വെന്ത് വെണ്ണീറായിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. ഇത്രയ്ക്ക് വെറുപ്പിനോട് വേണോ ചാരുവേ? പതിയെ അവളുടെ കാതുകളിൽ സിദ്ധാർത്ഥിന്റെ നനുത്ത ശബ്ദം അരിച്ചിറങ്ങി. അയാളുടെ കൈകളെ തട്ടിയെറിഞ്ഞ് വീണ്ടും നിലത്തേക്ക് ഇടയ്ക്ക് വിരിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ അതിൽ കയറി കിടന്നിരുന്നു. സംശയത്തോടെ ചാരുലത അയാളെ നോക്കി ദഹിപ്പിക്കണ്ട. നിനക്ക് വേണ്ടിയാ ആ കിടക്കൊഴിഞ്ഞ് കിടക്കുന്നത്. അവിടെ കിടക്കേണ്ടെന്ന വാശിയാണെങ്കിൽ നമുക്ക് 2 ആൾ കൂടി ഇന്ന് ഇവിടെ കൂടാ. അരിശത്തോടെ അവൾ പിന്തിരിഞ്ഞോട് കിടക്കയിലേക്ക് വീഴുമ്പോഴും സിദ്ധു മധുരമായി ആശ്വസിക്കുന്നുണ്ടായിരുന്നു. വെറുപ്പിന്റെ അങ്ങേയറ്റം ഒരിറ്റ സ്നേഹം അവൾ തനിക്കായി മാറ്റിവെക്കും. ആദ്യം ചിക്ക്മാംഗ്ലൂരിലേക്ക്, അവിടെ ട്രെക്കിങ്, പിന്നെ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചാൽ മതി. കാറിൽ നിന്ന് അർജുൻ സിദ്ധാർത്ഥിനോട് നിർദ്ദേശിച്ചു. നല്ല തണുപ്പുണ്ടെന്ന അറിവ്, പുതക്കാനുള്ള കമ്പിളി മറ്റൊക്കെ കരുതിയേക്കണം. അതൊക്കെ കയ്യിലുണ്ട്. പിന്നെ ചാരുവിനെയും കൂട്ടി റിവർ റാഫ്റ്റിങ്ങിന് കൂടി പോയേക്ക്. ബോട്ടിങ് മറ്റോ എവിടേക്കാണെന്ന് ഞാൻ നിനക്ക് വാട്സാപ്പ് ചെയ്യാം. അതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം അർജുൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദന്തേലി കൂടി ലിസ്റ്റിലിട്ടതാ. പക്ഷെ ഒരു ഹണിമൂൺ അറ്റ്മോസ്ഫിയർ അത് പോരാ.
ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഷോപ്പിംഗും സ്നോ സിറ്റിയാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെയുള്ളതൊക്കെ നിനക്ക് തന്നെ പരിചിതമാണല്ലോ. പിന്നെയുള്ള സ്പോട്ടൊക്കെ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം തന്നെ ആയിക്കോട്ടെ. ലാൽബാഗ് മറക്കരുതേ. അർജുൻ മെല്ലെ ചിരിച്ചു. അടുത്ത 7 ദിവസത്തേക്കുള്ള റൊട്ടീൻ തയ്യാറാക്കുകയാണ്. ചാരുലത അതിലൊന്നും താല്പര്യമില്ലാതെ പുറകിൽ കാഴ്ചകളിലേക്ക് നോട്ടം അയച്ചിരുന്നു. എയർപോർട്ടിൽ വെച്ച് സിദ്ധാർത്ഥ അർജുന് കൈകൊടുത്ത് പിരിഞ്ഞു. അർജുന്റെ പദ്ധതി പ്രകാരം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്രാക്രമം. രാത്രി ഏറെ വൈകിയെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തതിനാൽ ഹോട്ടൽ റൂം ഒഴിവുണ്ടായിരുന്നു. കയ്യിൽ വെളുത്ത ലില്ലിയുടെ 2 ബൊക്കകൾ സമ്മാനിച്ചുകൊണ്ട് റൂം പോയി അവരെ സ്വാഗതം ചെയ്തു. തുറന്നു കിടന്ന വാതിലൂടെ അലങ്കരിച്ചൊരുക്കിയ അതിമനോഹരമായ ഹണിമൂൺ സൂട്ട്. ചാരു, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, അല്പം വിശ്രമിക്കൂ. ഇന്നത്തേക്ക് മാത്രമേ ഇവിടെ സ്റ്റേ. നാളെ നമ്മൾ തിരിക്കും. അവൾ അതിന് ഉത്തരം നൽകാതെ വാഷ്റൂമിലേക്ക് കയറി. അവൾ കുളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ തന്നെ സിദ്ധാർത്ഥ സോഫയിൽ ഇടം പിടിച്ച് മയങ്ങുന്ന പോലെ കണ്ണടച്ച് കിടന്നു. ടേബിളിന് പുറത്തായി അടച്ചു വെച്ചിരുന്ന ഭക്ഷണം ചാരു അടപ്പ് തുറന്ന് നോക്കി. യാത്രാ ക്ഷീണവും ഉറക്കമില്ലായ്മയും കൊണ്ട് കൺപോളകൾ ഭാരം തൂങ്ങുന്നുണ്ടായിരുന്നു. തുറന്നപടി ഭക്ഷണത്തിലും തൊട്ടുപോലും നോക്കാതെ അവിടെ തന്നെ വെച്ച് ചാരു കിടക്കയിലേക്ക് അമർന്നു. പിറ്റേന്ന് സിദ്ധാർത്ഥ വിളിച്ചുണർത്തിയാണ് ചാരു എഴുന്നേറ്റത്. ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ വല്ലാതെ വിമ്മിഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൾ. സിദ്ധാർത്ഥ എത്ര തടഞ്ഞിട്ടും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പകുതിയിലെത്തിന് മുമ്പേ അവൾ നിർത്തി. ഒരു ഗൈഡിന്റെ സഹായത്തോടെ ജീപ്പുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ നടന്നു. 3 സീറ്റുകളായി ക്രമീകരിച്ചിരുന്നു. മാഡം വേണമെങ്കിൽ പുറകിലിരുന്നോട്ടെ, സാറിന് മുമ്പിലിരിക്കാലോ. ആശയവിനിമയത്തിന് വേണ്ടിയുള്ള എളുപ്പത്തിനായി പറഞ്ഞൊപ്പിക്കുന്ന രീതിയിലുള്ള ആംഗലേയ ഭാഷയിൽ ഡ്രൈവർ സിദ്ധാർത്ഥിനോട് അഭിപ്രായം ആരാഞ്ഞു. തങ്ങളെ കൂടാ കുറച്ച് ചെറുപ്പക്കാർ കൂടി ജീപ്പിലേക്ക് കയറാനൊരുങ്ങുന്ന കണ്ട് സിദ്ധാർത്ഥ് ആ ക്ഷണം നിരസിച്ച് ചാരുവിനടുത്തായിരുന്നു. വളഞ്ഞും പുളഞ്ഞും വീതി ഉറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെങ്കുത്തായ വഴിയിൽ കൂടി ജീപ്പ് കുതിച്ചു പാഞ്ഞു. ഇരുവശങ്ങളിലും നെഞ്ചു വിരിച്ചു കിടക്കുന്ന കൊക്കയിലേക്ക് തള്ളി വീഴാൻ പോവുകയാണോ എന്ന് ചാരുവിന് പലവട്ടം തോന്നിപ്പോയി. ദൂരം കൂടുന്തോറും തണുപ്പ് ഏറി വരുന്നു. ഇടക്ക് പലവട്ടം ചാരുലതക്കായി സിധു ഷോള് നീക്കിയെങ്കിലും അവളെ സ്വീകരിക്കുന്നില്ലെന്ന് വിസമ്മതിച്ചു. ഒരുവിധ ഏതോ മലമുകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന പോലെയുള്ള സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു ജീപ്പ് നിന്നത്. ദൂരെ നിന്നേ കാണാം കുത്തനെയുള്ള എണ്ണമെടുക്കാൻ കഴിയാത്തത്ര പടികൾ മലയുടെ മുകളിലേക്ക് നേർത്ത നദി പോലെ ഒഴുകിപ്പോയിരിക്കുന്നു. ആ പടികൾ എങ്ങോട്ടാ പോകുന്നത്? സിദ്ധാർത്ഥ് ഡ്രൈവറോട് ചോദിച്ചു. അയാളുടെ ഭാഷ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നെങ്കിലും ചില കാര്യങ്ങൾ ചാരുലതയ്ക്ക് വ്യക്തമായി. പടികൾ കയറി ചെല്ലുന്ന ഒരു ക്ഷേത്രമാണ്. മഹാദേവനാണ് പ്രതിഷ്ഠ. ഒരുപാട് ആൾക്കാർ പടികൾ കയറി പോകുന്ന ക്ഷീണിതരായി തിരിച്ചു വരുന്നത് ചാരി കണ്ടു. ഏകദേശം 400 പടികളാണ്. ഒരുവിധം പിടിച്ചു നിൽക്കുന്നവർക്ക് കയറാം. കാരണം മുകളിലേക്ക് കയറും തോറും തണുപ്പും മഞ്ഞും കൂടി വരും. ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കയറാതിരിക്കുന്നതാണ് ഉചിതം. സിദ്ധാർത്ഥ് ചാരുവിനെ നോക്കി. ആളപ്പോഴും മലമുകളിലേക്ക് തന്നെ ദൃഷ്ടിയൂതി നിൽക്കുകയാണ്. ജീപ്പ് കൊണ്ടി നിർത്തിയ ഭാഗത്തിന് ഇരുവശത്തും ചെറിയ കടകളിൽ ചോളവും ബജിയും ഒരിയുന്നുണ്ട്. തനിക്ക് കഴിക്കാനെന്തെങ്കിലും വേണോ? ഇന്നലെ മുതൽ ശരിക്കൊന്നും കഴിച്ചില്ലല്ലോ. ചാരു നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് മുമ്പോട്ട് നടന്നു. ഡ്രൈവറോട് എന്തോ സംസാരിച്ച ശേഷം തിരിഞ്ഞപ്പോഴാണ് ചാരു അവിടെ ഇല്ല എന്ന് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ച്. പരിഭ്രാന്തിയോടെ അവിടെയെല്ലാം ഓടി നടന്നിട്ടും സിദ്ധുവിനവളെ കണ്ടെത്താനായില്ല. ചാരു, ചാരു നീട്ടി വിളിച്ചിട്ടും പ്രതികരണമൊന്നും കേൾക്കാതായപ്പോൾ മലമുകളിലേക്ക് അവളെപ്പോലെ ഒരാൾ കയറി പോകുന്ന സിദ്ധുവിന് മാത്രം കണ്ടു. ചാരു, അവിടെ നിൽക്ക്, ഞാൻ കൂടി വരാം. സിദ്ധുവിന്റെ വിളി കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ തന്നെ ചാരു മുമ്പോട്ടുള്ള പടികൾ കയറി. ഒറ്റയ്ക്ക് ഇതുപോലെ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ അനുഭവിക്കണമെന്ന് തോന്നിയത്. കൂട്ടിലിട്ട കിളിയെ പോലെ അയാളുടെ സംരക്ഷണത്തിൽ ശ്വാസം മുട്ടി പിടയുകയായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് അധികമായുള്ള മഞ്ഞും തണുപ്പും തന്റെ ശ്വാസഗതിക്ക് പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറില്ലെന്ന് സിദ്ധു വിചാരിക്കുന്നില്ലെന്ന പ്രതീക്ഷയോടെയാണ് പടികേറിയത്. നിർഭാഗ്യം കൊണ്ട് അതും കണ്ടെത്തിയെന്ന് തോന്നുന്നു. ചാരുലത സ്വയം ശപിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വിളികൾക്ക് മറുപടി നൽകാതെ വീണ്ടും മുകളിലേക്ക് കയറി. ഒത്തിരി പടികൾ കയറിയപ്പോഴേക്കും ദേഹം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത തണുപ്പും കാറ്റും സാരിക്ക് മുകളിൽ കൂടി ചുറ്റിയിരുന്ന ചെറിയ ടവലിനെ പറത്തി അകറ്റി. സിദ്ധു വെച്ച് നീട്ടിയ ഷാള് മേടിക്കേണ്ടതായിരുന്നു. അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. വേണ്ട, അയാളുടെ ഒരു ഔദാര്യവും വേണ്ട. സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യം മേനിൽ ചൂടുപിടിപ്പിച്ചുകൊണ്ട് അവൾ വീണ്ടും നടന്നു. വല്ലാത്തൊരു ആയ്പും കിതപ്പും. 2 ദിവസമായി ശരിക്കും ആഹാരമില്ലാത്തതും ദേഹത്തിനെ തളർത്തുന്നുണ്ടായിരുന്നു. ചെവിയിൽ കൂടി ശക്തമായ കാറ്റിന്റെ വീശലും ശബ്ദവും. മുന്നിലേക്കുള്ള കാഴ്ചകളൊന്നും വ്യക്തമാവാത്ത പോലെ. ഇനി എത്രയുണ്ട് ക്ഷേത്രത്തിലേക്ക്? കണ്ണുതുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ കുഴഞ്ഞുപോയി. വാടിത്തളർന്ന് വീണുപോകാനൊരുങ്ങിയ ചാരുവിനെ കണ്ട സിദ്ധു പടികൾ ഓടിക്കടന്നു. മയങ്ങി വീണുപോയ അവളെ ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പടികൾ കയറി. പടികൾക്ക് അവസാനം തളർന്നുപോയ ചാരുവിനെ മടിയിൽ കിടത്തി കയ്യിലിരുന്ന വെള്ളം അവളുടെ മുഖത്ത് കുടഞ്ഞു. ഈറ്റുവെള്ളം ചുണ്ടിൽ തളിച്ചപ്പോഴാണ് ബോധം വന്നത്. ഞാൻ ക്ഷേത്രത്തിലേക്ക് എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാതിന്റെ കൂടെ അവളെ അടക്കി പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ സിദ്ധാർത്ഥ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഈശ്വര, ഈ പാവം പെണ്ണിനെ അവളുടെ വെറുപ്പെല്ലാം തുടച്ചേക്ക് എനിക്ക് തന്നെ തിരിച്ചു നൽകണേ. ചാരുലതേ കൺസൾട്ടിംഗ് റൂമിന് പുറത്തേക്ക് വന്ന നഴ്സിന്റെ ശബ്ദം ചാരുലതയെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി. വരൂ മോളെ, അടുത്ത മോളാ. രാജ്യമ്മ ചാരുലതയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. മുഖത്ത് നിന്ന് കണ്ണട അടർത്തിയെടുത്തുകൊണ്ട് ആ യുവതി ചാരുവിനെ നോക്കി പുഞ്ചിരിച്ചു. അമ്പരപ്പോടെ ചാരുലത ഒന്നുകൂടി അവരെ നോക്കി. നെയിം ബോർഡിലെ പേര് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഡോക്ടർ അഞ്ജലി പ്രതാപ്. ഞാൻ ഡോക്ടർ ലാവണിയുടെ ട്രീറ്റ്മെന്റിനായിരുന്നു അപ്പോയിന്റ്മെന്റ് എടുത്ത്.
ഒരാഴ്ച മുമ്പല്ലേ ലാവണി എമർജൻസിയിൽ ഇവിടെ നാട്ടിലേക്ക് പോയി. ഇവിടുത്തെ ഇൻചാർജ് ഇപ്പൊ ഞാനാണ്. ശാലത പറഞ്ഞോളൂ, എന്താ പ്രശ്നം? തെല്ലൊരു ആശയക്കുഴപ്പത്തോടെ ചാരു ചിന്തിച്ചിരുന്നു. എന്താ പറ്റിയ സർ വൈഫിന്? തിരികെ ജീപ്പിൽ കയറ്റമിറങ്ങി വരുമ്പോഴായിരുന്നു ഡ്രൈവറിന്റെ ചോദ്യം. ബ്ലഡ് പ്രഷർ ലോ ആയതാ, വേറെ പ്രശ്നമൊന്നുമില്ല. സിദ്ധാർത്ഥ് പറയാൻ താല്പര്യമില്ലാത്ത മട്ടിലെന്ന പോലെ പറഞ്ഞു. ചാരുവിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ കട്ടിയുള്ള ഷാൾ കൊണ്ട് അവിടെ മൂടി പുതപ്പിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. വാക്കുകൊണ്ട് പോലും തടുക്കാനാവാത്ത വിധം ചാരു അയാളുടെ വലയത്തിനുള്ളിൽ അനുസരണയോടെ കിടന്നു. ഹോട്ടലിൽ എത്തിയിട്ട് അവളുടെ ക്ഷീണം മാറിയിരുന്നില്ല. ഓരോ നിമിഷവും ജയിക്കണമെന്ന് എത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നോ അതേ അളവിൽ തന്നെ സിദ്ധാർത്ഥിനോട് തോറ്റുപോവുകയാണ് ചെയ്യുന്നതെന്ന് അവൾ വേദനയോടെ ഓർത്തു. ഭക്ഷണം കഴിക്ക് ചാരുവേ. ആവി പറക്കുന്ന കാസറോൾ അവിടെ മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് സിദ്ധാർത്ഥ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ചാരു വിസമ്മതം പ്രകടിപ്പിച്ചു. മുഖം വീർത്ത് കെട്ടിയിരുന്ന അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ ചെറു ചൂടോടെ ഭക്ഷണം കടന്നു കയറിപ്പോഴേക്കും നിരസിക്കാൻ അവൾ വൈകിപ്പോയിരുന്നു. ദേഷ്യഭാവത്തിൽ സിദ്ധാർത്ഥിനെ മുഖം തിരിക്കുമ്പോൾ അയാൾ അവൾക്ക് വേണ്ടി അടുത്തുള്ള ഒരുക്കുകയായിരുന്നു. രാവിലെ സിദ്ധാർത്ഥ ഉണർന്നിട്ട് ഏറെയായിട്ടും ചാരു ഉണർന്നിരുന്നില്ല. തട്ടിയുണർത്തുന്നതിന് മുമ്പേ കൈ നെറ്റിലായി തട്ടിയപ്പോഴായിരുന്നു ചെറിയ ചൂട് അനുഭവപ്പെട്ടത്. തെർമോമീറ്ററിൽ പനി അളന്നപ്പോൾ കൂടുതലാണ്. പിന്നീട് അയാൾ വിളിക്കാൻ നിന്നില്ല. തുണി നനച്ച് നെറ്റിയിലിട്ട് കൊടുത്തുകൊണ്ട് അയാൾ അവൾക്ക് കാവലിരുന്നു. റൂം ബോയ് കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല സിദ്ധാർത്ഥിന്. ഇന്നലത്തെ യാത്രയും നടത്തവും മഞ്ഞും കാറ്റും തണുപ്പുമൊക്കെ ചാരുവിനാകെ തളർത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥ അലിവോട് അവളെ തന്നെ നോക്കിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.